ഭാരതീയ ജ്ഞാനപരമ്പരയുടെ ആഴവും വൈവിധ്യവും സമകാലിക ഗവേഷണവുമായി ചേർത്തുവച്ച് നടന്ന അന്താരാഷ്ട്ര ചർച്ചകൾക്ക് അമൃതപുരിയിൽ സമാപനം. ആയുർവേദം, വ്യാകരണം, ദർശനം തുടങ്ങിയ വിഷയങ്ങളിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഗവേഷകരും അക്കാദമിക വിദഗ്ധരും സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത IKS സെന്റർ ഓഫ് എക്സലൻസിന്റെ ആഭിമുഖ്യത്തിൽ അമൃതപുരിയിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഇന്ത്യൻ നോളജ് ഫ്രെയിംവർക്സ് ആയുർവേദം, വ്യാകരണം, ദർശനം എന്ന ത്രിദിന അന്താരാഷ്ട്ര സമ്മേളനത്തിനാണ് സമാപനമായത്. IKS ഡിവിഷൻ, വിദ്യാഭ്യാസ മന്ത്രാലയം, ഭാരത സർക്കാർ എന്നിവയുടെ പിന്തുണയോടെയായിരുന്നു സമ്മേളനം. IIT ബോംബെയിലെ പ്രൊഫസർ K. രാമസുബ്രഹ്മണ്യം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. IKS ഡിവിഷൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ രഘുരാം ഭട്ട് അധ്യക്ഷത വഹിച്ചു. അമൃത IKS സെന്റർ ഓഫ് എക്സലൻസിന്റെ പ്രവർത്തനങ്ങൾ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ P. രാം മനോഹർ അവതരിപ്പിച്ചു. ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ, ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ ഡെക്കാൻ കോളേജിലെ സംസ്കൃത ആൻഡ് ലെക്സിക്കോഗ്രഫി വിഭാഗം മേധാവിയും IKS EDS സെന്റർ ഡയറക്ടറും ജനറൽ എഡിറ്ററുമായ പ്രൊഫസർ പ്രസാദ് ജോഷി, ഡോക്ടർ U. കൃഷ്ണകുമാർ, ഡോക്ടർ NV രമേശ് എന്നിവർ പങ്കെടുത്തു. ആയുർവേദം, വ്യാകരണം, ദർശനം തുടങ്ങിയ വിഷയങ്ങളിൽ പ്ലീനറി പ്രഭാഷണങ്ങളും പാനൽ ചർച്ചകളും പ്രഭാഷണ പരമ്പരകളും ഗവേഷണ പ്രബന്ധാവതരണങ്ങളും പോസ്റ്റർ പ്രസന്റേഷനുകളും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധ്യാപകരും ഗവേഷകരും വിദ്യാർത്ഥികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. മികച്ച ഗവേഷണ പ്രബന്ധങ്ങൾക്കും അവതരണങ്ങൾക്കുമുള്ള പുരസ്കാരങ്ങളും സമാപന ചടങ്ങിൽ വിതരണം ചെയ്തു. ഭാരതീയ ജ്ഞാനപരമ്പരയിലെ വിവിധ വിജ്ഞാന ശാഖകളെ പുതിയകാല ഗവേഷണവുമായി കൂട്ടിയിണക്കുന്നതിനും ഗവേഷകരും അക്കാദമിക വിദഗ്ധരും തമ്മിലുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനും സമ്മേളനം വേദിയായി. അമൃത ന്യൂസ്, കൊല്ലം.